ഈ 5 മിസ്റ്റേക്സ് നിങ്ങൾ ഈ ഓണത്തിന് ഡ്രസ്സ് ചെയ്യുമ്പോൾ ഒഴിവാക്കിയാൽ തന്നെ നിങ്ങളുടെ ഹോൾ ഔട്ട്ഫിറ്റ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആവും. സോ ഇതിൽ 5th വണ്ണാണ് എൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. സോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആൻഡ് നിങ്ങൾ എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈം ആണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഇതുപോലത്തെ ഒത്തിരി ഫാഷൻ കണ്ടൻസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇൻസ്റ്റഗ്രാം കൂടെ ഒന്ന് ഫോളോ ആക്കി വെച്ചേക്ക്. സോ ഓണമൊക്കെ എത്തി, നമുക്ക് കളയാൻ ടൈം ഒട്ടുമില്ല. സോ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോവാം. സോ നമ്പർ 1, ഈ മുണ്ട് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ സ്നീക്കേഴ്സ് പെയർ ചെയ്യുന്നത്. പ്ലീസ് ഗൈസ്, അത് ചെയ്യരുത്. ബിക്കോസ് നിങ്ങൾ മുണ്ടൊരു ട്രഡീഷണൽ ഔട്ട്ഫിറ്റാണ്, എന്നാൽ റണ്ണിങ് ഷൂസും സ്നീക്കേഴ്സൊക്കെ ഒരു മോഡേൺ ട്രെൻഡി ഫാഷൻ പീസാണ്. സോ ഒരിക്കലും നിങ്ങളൊരു മുണ്ട് കൊണ്ടൊരു ഔട്ട്ഫിറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അതിനൊട്ടും ചേരാത്ത രീതിയിലുള്ള സ്നീക്കേഴ്സ് ഇടാതിരിക്കുക. എപ്പോഴും സേഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ലോഫേഴ്സ്. ഇപ്പോൾ സ്യൂട്ട് ലോഫേഴ്സ് ആണെങ്കിൽ അതൊരു ബെറ്റർ ഓപ്ഷനാണ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ. അല്ലെങ്കിൽ ക്ലാസി സാൻഡൽസ് എന്ന് പറയുമ്പോൾ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഒത്തിരി കൺഫ്യൂസ്ഡ് ആണെങ്കിൽ കുറച്ച് നല്ല ഓപ്ഷൻസ് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ചാനലിൽ ഞാൻ കുറച്ച് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കാണും, ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. കൂടെ ബാക്കിയുള്ള വീഡിയോസും കൂടെ ഒന്ന് ചെക്ക് ചെയ്തോ. ബിക്കോസ് നിങ്ങളുടെ ഓവറോൾ ഔട്ട്ഫിറ്റ് ഗെയിം തന്നെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഞാൻ വേറെയും ഒത്തിരി വീഡിയോസ് എൻ്റെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. സോ ഗോ ചെക്ക് ഇറ്റ് ഔട്ട്, അത് നിങ്ങൾ എന്തായാലും ഹെൽപ്ഫുള്ളായിരിക്കും. ആൻഡ് നമ്പർ 2, ആക്സസറീസ്. ഞാൻ ഒത്തിരി ആൾക്കാരെ ഈ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ട്രഡീഷണൽ ലുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒത്തിരി ആക്സസറീസ് വാരി ഇടാതിരിക്കുക. ബിക്കോസ് അത് നിങ്ങളുടെ ഓവറോൾ ലുക്കിനെ തന്നെ ഒന്ന് ഭയങ്കരമായിട്ട് ഡ്രാഗ് ചെയ്യും താഴേക്ക്. സോ നിങ്ങളെപ്പോഴും മിനിമലായിട്ട് കീപ്പ് ചെയ്യുക. ലൈക്ക് ഇപ്പോൾ ഗോൾഡ് ഓർ സിൽവർ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു മിനിമലായിട്ടുള്ള ഒരു 1 or 2 റിങ്സ്, അതിൻ്റെ കൂടെ ഒരു മിനിമൽ ബ്രേസ്ലെറ്റ് വിത്തൗട്ട് ലോട്ട് ഓഫ് വെയ്റ്റ്, ഒരു മിനിമൽ ബ്രേസ്ലെറ്റ്, അതിൻ്റെ കൂടെ തന്നെ ഒരു നല്ല വാച്ച്. അതൊരു പേഴ്സണലി എനിക്ക് ലെതർ വാച്ചസ്, ഒരു ബ്രൗൺ ഒക്കെ ഭയങ്കര ക്ലാസി ലുക്ക് തരും. അല്ലെങ്കിൽ ജസ്റ്റ് ചെയിൻ ആയാൽ ചെയിൻ വാച്ച്. അതുകൊണ്ട് ആ ഒരു കളർ നിങ്ങൾ അവിടെ, ആ ഒരു കോൺട്രാസ്റ്റ് അവിടെ ബാലൻസ് ചെയ്യുക. ഒത്തിരി ആക്സസറീസ് വാരിയിട്ട് ആ ഒരു ലുക്കിനെ തന്നെ എൻറ്റയർലി റൂയിൻ ചെയ്യാതിരിക്കാൻ നോക്കുക. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സോ ആക്സസറീസ് എപ്പോഴും നിങ്ങളുടെ ലുക്കിനെ ഒരു വേറെ ലെവലിലേക്ക് കൊണ്ടുപോകും. പക്ഷേ മോസ്റ്റ് ഓഫ് ദി ഗൈസ് അത് ശ്രദ്ധിക്കാറേ ഇല്ല. പിന്നൊരു കാര്യം, നിങ്ങൾ ആക്സസറീസ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിന്നിൻ്റെ അണ്ടർടോൺ മനസ്സിലാക്കിയിട്ട് ചൂസ് ചെയ്യാൻ നോക്കുക. അത് നിങ്ങളുടെ ആ ഒരു സ്കിന്നിന് ഭയങ്കരമായിട്ട് കോംപ്ലിമെൻ്ററി ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്പർ 3 ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത് കളർ ചൂസ് ചെയ്യുന്ന കാര്യത്തിലാണ്. മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട് ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ചൂസ് ചെയ്യുന്നത്. സോ ഓണം എന്ന് പറയുമ്പോൾ തന്നെ ഒരു ട്രഡീഷണൽ സംഭവമാണ്. സോ ഐ തിങ്ക് ഓണത്തിനൊക്കെ നിങ്ങൾ വൈബ്രൻറ്റ് കളർ ചൂസ് ചെയ്യുന്നതിൽ ഇറ്റ്സ് ഓക്കെ, ബട്ട് സ്കിൻ ടോൺ മനസ്സിലാക്കിയിട്ട് കളർ ചൂസ് ചെയ്യുക. നമ്മളിടുന്ന ഡ്രസ്സിൻ്റെ കളർ നമ്മുടെ സ്കിൻ ടോണിന് മാച്ച് ആയില്ലെങ്കിൽ നിങ്ങളുടെ ഫേസ് ഫുള്ള് ഡള്ളായതുപോലെ ഒരു ഫീൽ തോന്നിക്കും. സോ നിങ്ങളെപ്പോഴും സേഫർ ഓപ്ഷൻസാണ് നോക്കുന്നതെങ്കിൽ ബീച്ച്, ഓഫ് വൈറ്റ് പോലുള്ള ഭയങ്കര ലൈറ്റർ ടോൺസിലോട്ട് പോവുക. ഒരു സ്കൈ ബ്ലൂ ഒക്കെ കളേഴ്സിൽ പോയി കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഗീവ് യു മച്ച് മോർ ബെറ്റർ ലുക്ക്. സോ നിങ്ങളൊരു കുർത്തയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഐ തിങ്ക് വളരെ നല്ല രീതിയിലുള്ള ഈ ലൈറ്റർ ടോൺസ് നിങ്ങൾക്കൊരു ബ്രൗൺ സ്റ്റാൻഡ് സ്കിന്നുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നായിരിക്കും. പിന്നെ ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഒത്തിരി നല്ല പാറ്റേൺസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഷർട്ട് തന്നെ ആണെങ്കിൽ പോലും ഒത്തിരി ബ്രാൻഡ്സ്, ഞാനിപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തൊരു വീഡിയോയിൽ ഏകദേശം വിത്തിൻ 1 വീക്കിനുള്ളിൽ തന്നെ 3 lakh പ്ലസ് വ്യൂസൊക്കെ ക്രോസ് ആയിട്ടുള്ള കുറച്ച് നല്ല ബ്രാൻഡ്സ് ഉണ്ട്. അവരുടെ അടുത്ത് നിന്നൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല പ്രിൻസ് നിങ്ങൾക്ക് കിട്ടും. സോ അത് തന്നെ നിങ്ങളുടെ എൻ്റയർ ലുക്കിനെ ബാക്കിയുള്ള ഒരു വലിയ മാസ് ഓഡിയൻസിൽ നിന്ന് എൻ്റയർലി 1-on-1 പീസായിട്ട് മാറ്റും. സോ നിങ്ങൾ ഓണത്തിനൊക്കെ ഡ്രസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്ത് നിങ്ങൾ കുറച്ച് നല്ല പ്രോഡക്റ്റ്സ് ഒക്കെ ഒന്ന് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനുള്ള വാല്യൂ നിങ്ങൾക്ക് കിട്ടും. സോ അതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, നിങ്ങൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തോ, അവർ ഓണത്തിന് നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യട്ടെ. ആൻഡ് നമ്പർ 4 ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഫിറ്റാണ്. സോ ഒരിക്കലും നിങ്ങളൊരു ഓവർ സൈസ്ഡ് ഷർട്ടൊന്നും ഇട്ട് ഓണത്തിന് പോകരുത്. ബിക്കോസ് ഓൾവേസ് ട്രഡീഷണൽ ലുക്ക് എപ്പോഴും നിങ്ങളുടെ ബോഡിക്ക് ഫിറ്റായിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. സോ എൻ്റെ ഒരു ഒപ്പീനിയനിൽ നിങ്ങളിപ്പോൾ ഒരു ഷർട്ട് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബോഡിക്ക് ആപ്റ്റ് ഫിറ്റ് ആയിരിക്കുക. പ്രത്യേകിച്ച് കുർത്തയൊക്കെ ആണെങ്കിൽ ഈ ഷോൾഡർ ലൈൻ ഓൾവേസ് കീപ്പ് ഇൻ മൈൻഡ്. ബിക്കോസ് നമ്മുടെ ഒരു പോസ്റ്റർ തന്നെ കീപ്പ് ചെയ്യുന്നത് ആ ഒരു ഷോൾഡർ ലൈനാണ്. നമ്മുടെ ഷോൾഡർ എൻഡ് ആവുന്നിടത്ത് തന്നെ ആ ഒരു ഡ്രസ്സിൻ്റെ ഷോൾഡർ, ഷർട്ട് ഓർ കുർത്തയുടെ ഷോൾഡർ നിൽക്കാൻ നോക്കുക. നിങ്ങളുടെ ബോഡി പ്രൊപ്പോർഷൻ മനസ്സിലാക്കി ഡ്രസ്സ് ചെയ്യാൻ നോക്കുക.
ഇപ്പോൾ നിങ്ങൾ അത്യാവശ്യം ഒത്തിരി ഹൈറ്റുള്ള ഒരു 6 ഫീറ്റ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊരു ലോങ് കുർത്തയൊക്കെ ഇടുന്നത് കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു അട്രാക്റ്റീവ് ലുക്ക് നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ പകരം നിങ്ങൾ അത്യാവശ്യം ഷോർട്ടായിട്ടുള്ള ഒരാളാണ്, എന്നെപ്പോലെ അത്യാവശ്യം ഷോർട്ടാണെങ്കിൽ നിങ്ങൾ ഓൾവേസ് കീപ് ഫോർ ഷോർട്ട് കുർത്ത. ഷോർട്ട് കുർത്ത നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങളുടെ ആ ഹിപ്പിനും കറക്റ്റ് നിങ്ങളുടെ ബോഡി പ്രൊപ്പോർഷൻ്റെ 1/3 മാത്രം കീപ്പ് ചെയ്ത് ബോഡിക്ക് അനുസരിച്ച് ട്രിം ചെയ്ത് പെയർ ചെയ്യാൻ നോക്കാം. പിന്നെ ഓൾവേസ് കീപ്പ് ഇൻ മൈൻഡ് നിങ്ങളുടെ ബോഡി ഓൾവേസ് ഔട്ട്ഫിറ്റിനെ കോംപ്ലിമെൻ്റ് ചെയ്യും. സോ ഓൾവേസ് സ്റ്റേ ഫിറ്റ്. അതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. സോ നമ്പർ 5, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ആൻഡ് ഇറ്റ്സ് ഗ്രൂമിങ്. നിങ്ങളിപ്പോൾ ഓണമെന്നല്ല എന്ത് പരിപാടിക്ക് പോവുകയാണെങ്കിലും പ്രോപ്പറായി ഗ്രൂം ചെയ്തിരിക്കാൻ ശ്രദ്ധിക്കുക. ബിക്കോസ് എൻ്റെ ഒപ്പീനിയനിൽ നിങ്ങളിപ്പോൾ എത്രമാത്രം ഔട്ട്ഫിറ്റിൽ ശ്രദ്ധിച്ചാലും നിങ്ങൾ ഗ്രൂമിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഓവറോൾ ലുക്കിനെ തന്നെ അത് ഭയങ്കരമായിട്ട് റൂയിൻ ചെയ്യും. സോ എൻ്റെ ഒപ്പീനിയനിൽ നിങ്ങൾ എപ്പോഴും വെൽ ഗ്രൂംഡ് ആയിട്ടിരിക്കുക. പ്രത്യേകിച്ച് ഇതുപോലത്തെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിനി എപ്പോൾ ചെയ്യണമെന്നാണെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ നിങ്ങളിപ്പോൾ അത്യാവശ്യം ബിയേഡൊക്കെ ഉള്ള ആളാണെങ്കിൽ ഈ ഫംഗ്ഷന് 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം മുന്നേ ട്രിം ചെയ്യുക. അത് ഒരു ഫ്രഷ് ലുക്ക് നിങ്ങൾക്ക് കീപ്പ് ചെയ്യും നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്കും. അല്ല ഹെയർ കട്ട് ആണെങ്കിൽ ഹെയർ കട്ടിൻ്റെ കാര്യത്തിൽ നിങ്ങളൊരു ഫ്രഷ് ഫെയ്ഡിലോട്ടൊന്നും പോവാതിരിക്കുന്നതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ബിക്കോസ് ഇതൊരു ട്രഡീഷണൽ ലുക്കാണ്. സോ ഒരു വെൽ ക്രോപ്ഡ് ലുക്കിലേക്ക് പോവുക, അത്യാവശ്യം ഹെയർ കീപ്പ് ചെയ്യുക. അതാകുമ്പോൾ നിങ്ങൾക്കൊരു സ്റ്റാൻഡേർഡ് ക്ലാസി ലുക്ക് കീപ്പ് ചെയ്യാനും പറ്റും. സോ ഈ ഫംഗ്ഷൻ്റെ 5 to 6 days മുന്നേ പ്രോപ്പറായിട്ട് ഹെയർ കട്ട് ചെയ്യാം. അതാകുമ്പോൾ ഫംഗ്ഷൻ എത്തുമ്പോൾ ആ ഒരു ഫ്രഷ് ലുക്ക് കാണുകയും ചെയ്യും. ആ ഒരു ഹെയർ ജസ്റ്റ് വെൽ മെയിൻറ്റെയിൻഡും ആയിരിക്കും. ഇപ്പോൾ അതിന് പകരം നിങ്ങൾ എന്നെപ്പോലെ ലോങ് ഹെയർ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഓൾവേസ് കീപ്പ് ഇറ്റ് ട്രിംഡ് ആൻഡ് പ്രോപ്പർലി ഗ്രൂംഡ്. ലൈക്ക് ആ സ്റ്റെപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഗ്രൂം ചെയ്യാൻ ശ്രദ്ധിക്കുക. ആൻഡ് സൈഡ് വേസ് ഒക്കെ ഓൾവേസ് ക്ലീനപ്പ് ആക്കി കീപ്പ് ചെയ്യുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങളുടെ നെയിൽസ് ആൻഡ് തിങ്സ് ഓൾവേസ് കട്ട് ചെയ്ത് കീപ്പ് ചെയ്യുക. ബിക്കോസ് നിങ്ങളുടെ ഗ്രൂമിങ് പോലെ തന്നെയാണ് നിങ്ങളുടെ ക്ലീൻനെസ് കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സോ ഓൾവേസ് ട്രൈ ടു കീപ് ദീസ് തിങ്സ് ഇൻ മൈൻഡ്. ബിക്കോസ് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളൊരു ഔട്ട്ഫിറ്റ് ക്രിയേറ്റ് ചെയ്തൊരു ഫംഗ്ഷന് പോകുമ്പോൾ. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, ഇതെല്ലാം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ദാൻ ഓൾ ഓഫ് ദീസ്, കോൺഫിഡൻസ്. സോ നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ ഡ്രസ്സ് ചെയ്യുന്നത് നിങ്ങളുടെ ഐക്കോണിക് ആയിട്ടുള്ള നിങ്ങളുടെ ഫാഷൻ സെൻസിനെ റെപ്രസെൻ്റ് ചെയ്തായിരിക്കും. സോ നിങ്ങൾ ഡ്രസ്സ് ചെയ്തിട്ട് നിങ്ങൾ മിററിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു കെയർ അബൌട്ട് എനിത്തിങ്. ബേസിക് ആയിട്ടുള്ള ക്ലീൻനെസ്സും ഒരു വെൽ ഫിറ്റഡ് ഔട്ട്ഫിറ്റുമാണ് നിങ്ങൾ വെയർ ചെയ്യുന്ന. അല്ല, നിങ്ങൾക്ക് നിങ്ങളേതായ ഒരു ഇൻഡിവിജ്വൽ ഫാഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റണം. സോ അത് എല്ലാവരെയും ഫുൾഫിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളിപ്പോൾ എങ്ങനെ എത്ര ഡ്രസ്സ് ചെയ്താലും ദെയർ വിൽ ബി സം പീപ്പിൾ ഹൂ ഈസ് ഗോയിങ് ടു ക്രിറ്റിസൈസ് യു ആൻഡ് മേക്കിംഗ് ഫൺ ഓഫ് യുവർ ഔട്ട്ഫിറ്റ്. സോ ഐ തിങ്ക് അത് നിങ്ങൾ കെയർ ചെയ്യേണ്ട കാര്യമില്ല. എൻ്റെ ഒരു ഒപ്പീനിയനിൽ നിങ്ങളിപ്പോൾ ഡ്രസ്സ് ചെയ്യുക, നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ കോൺഫിഡൻസും സ്മൈലും ആണ് നിങ്ങളുടെ ഓവറോൾ ലുക്കിനെ തന്നെ ഭയങ്കരമായിട്ട് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നിങ്ങളുടെ ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങളൊരു ഫംഗ്ഷന് പോകുമ്പോൾ ഓൾവേസ് ബി കോൺഫിഡൻറ്റ്. ആൻഡ് ഇഫ് സമ്മൺ ക്രിറ്റിസൈസസ് യു, മൈൽഡായിട്ട് അവർക്ക് റിപ്ലൈ കൊടുക്കാൻ നോക്കുക. ലൈക്ക് കോൺഫിഡൻ്റ് ആയിട്ട്, ദിസ് അപ് ടു മൈ കോൺഫിഡൻസ് ആൻഡ് ഇതെനിക്ക് കോൺഫിഡൻ്റ് ആണ്. ഐ ആം സോ കോൺഫിഡൻറ്റ് ഇൻ ദിസ് ഔട്ട്ഫിറ്റ് ആൻഡ് ഐ ആം സോ കംഫർട്ട് ഇൻ ദിസ്. സോ യു ഡോണ്ട് ഗൈസ് ഹാവ് ടു കെയർ അബൌട്ട് ദാറ്റ് എന്ന് പറയാൻ പറ്റുക. അല്ലാതെ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇപ്പോൾ ഒരു നമ്മുടെ ഇപ്പോൾ ഓരോരുത്തരുടെയും ഫാഷൻ ആംഗിൾ ഓഫ് വ്യൂ ഡിഫറെൻ്റ് ആണ്. സോ ഞാൻ ഒത്തിരി ആൾക്കാരെ കണ്ടിട്ടുണ്ട്, അവർ ഭയങ്കര വെൽ ഡ്രസ്ഡ് ആണെന്നാണ് അവരുടെ വേ ഓഫ് തിങ്കിങ്. സോ മേ ബി ആയിരിക്കാം, ബിക്കോസ് ഇൻ ദെയർ വ്യൂ വെൻ ദേ ലുക്ക് അറ്റ് themselves into the mirror they will feel so confident and they will criticize others because they are following a classy, like a baggy, like a classy trousers and a well ironed shirt. Then they think that everyone must be like that. So അതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. സോ നിങ്ങൾ നിങ്ങളേതായ ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ കീപ്പ് ചെയ്യുക. അതാണ് നിങ്ങളെ ഇൻഡിവിജ്വലായിട്ട് മാറ്റുന്നത്, നിങ്ങളെ ഐക്കോണിക് ആയിട്ട് മാറ്റുന്നത്. സോ if someone criticizes you, you don't have to care about that and must be confident on yourself. That's the only thing I have to say you guys. So ഈ 5 കാര്യങ്ങൾ ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ പറഞ്ഞതാണ്. നിങ്ങൾക്ക്
എടുക്കേണ്ട കാര്യങ്ങൾ എടുക്കാം. ആൻഡ് ഇതുവരെ വേണ്ട ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് മീ. ആൻഡ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കുറച്ച് നല്ല ഫാഷൻ കണ്ടൻസ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഗോ ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് ഷെയർ ദിസ് വീഡിയോ ടു യുവർ ഫ്രണ്ട്സ്. അവരും നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് നന്നായിട്ട് ഓണമൊക്കെ എൻജോയ് ചെയ്യട്ടെ. ആൻഡ് ഹാപ്പി ഓണം ഫോർ ഓൾ. ഐ നോ ഐ ആം കൈൻഡ് ഓഫ് ലേറ്റ് ഫോർ ദിസ് വീഡിയോ, ബട്ട് I have a very low audience and but I value them, so must check them out. See ya. I will see you in next video and comment your opinion. And എനിക്ക് വീഡിയോ ചെയ്യാൻ ഇഷ്ടമാണ്, that's why I am doing this. So എന്തായാലും കമൻ്റ് ഒക്കെ ഇടുക, ഞാൻ നോക്കുന്നതായിരിക്കും. See ya. എൻ്റെ ഇൻസ്റ്റാഗ്രാം കണ്ടിട്ടില്ലെങ്കിൽ അതിനും കൂടെ ചെക്കൗട്ട് ചെയ്യാം. ബൈ. See ya.